2022 ഒരു ജപമാല റാലിക്ക് ഒരു വർഷം പങ്കെടുക്കുന്നത് 1,00,000 പേരെ. ഇപ്പോൾ ഇനി ഒക്ടോബർ മാസമാകുമ്പോൾ തുടങ്ങും. ഒക്ടോബർ മാസം ഡേറ്റ് ഈ മാസം ഞാൻ ഒരു 3 ദിവസമായിട്ട് ജപമാല റാലിയെക്കുറിച്ച് അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് കിട്ടിയാൽ ഉടനെ നമ്മളതിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന ഇവിടുന്ന് പറഞ്ഞു തരും, അതിന് ഒരുങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ 1,00,000 പേര് 22 കിലോമീറ്റർ ജപമാല റാലി നടത്തി കഴിയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് 1-2 കോടി ജപമാല വരും. ഈ ജപമാലയാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇങ്ങനെ 87 മുതലുണ്ട്. ഇപ്പം ആൾ കൂടുതലാണെന്നേ ഉള്ളൂ. അന്നൊന്നും ആൾ ഇത്രയില്ല. അന്ന് 800 ആളൊക്കെ ഉണ്ടായിരുന്നത്. 2002 ജപമാല മാതാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ജപമാല റാലി തുടങ്ങിയത്. 2002 ഒരു ജപമാല റാലി കൊച്ചിയിൽ നിന്ന് നടത്തി ഇവിടം വരെ വന്നാണ് മാതാവിനെ ഇവിടെ വെളുപ്പിന് 2 മണിക്ക് പ്രതിഷ്ഠിക്കണം, നമ്മുടെ കവാടത്തിങ്ങനെ. അന്ന് മുതൽ എല്ലാ ഒക്ടോബർ 25-ാം തീയതി ആകുമ്പോഴും ജപമാല റാലി നടത്തും. അന്ന് പോലെ നടത്തിയതുകൊണ്ട് ആ ജപമാലകളെല്ലാം പിന്നെ 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. 90 തൊട്ട് 2000 വരെ കടലിലെ വള്ളക്കാരെല്ലാം വിളിച്ച്, ബോട്ടുകാരെ വിളിച്ച് കടലിൽ കൺവെൻഷൻ. അപ്പോൾ അങ്ങനെ 10 കൊല്ലം നടത്തി. അതിനുവേണ്ടി 102 മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി മാത്രം മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള 10 കൊല്ലത്തോളം അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അത് നമ്മുടെ ആസ്തിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ അമ്മ തീരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആസ്തിയാണ്. ഇങ്ങനെ ഉണ്ടായ മധ്യസ്ഥ പ്രാർത്ഥന 2003 ജപമാല വർഷം വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കി, ജപമാല കൂടാരം ഉണ്ടാക്കിയിട്ട് ആ വർഷമാണ് ശാലോവും ജപമാലക്കൊരു ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ് കൃപാസനത്തെ ബ്രാൻഡ് ചെയ്തത്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ ഇട്ട് സൺഡേ ശാലോമിൽ കൃപാസനം ജപമാലക്കൊരു ധ്യാന കേന്ദ്രം. സത്യമായ കാര്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മാർപ്പാപ്പ 4ാമത്തെ ദിവരഹസ്യം, പ്രകാശ ദിവരഹസ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആലുവ സെമിനാരി ഞാൻ 2001 പോയിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ പടങ്ങളെല്ലാം എടുത്ത്, മാതാവിൻ്റെ ദിവരഹസ്യങ്ങളുടെ പടങ്ങളെല്ലാം പുസ്തകത്തിൽ നിന്ന് ഒരു ആലപ്പുഴയിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറിനെയും കൊണ്ട് ആലുവ സെമിനാരി ചെന്നിട്ട് അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് മാതാവിൻ്റെ പടങ്ങളെല്ലാം എടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫർ സ്ലൈഡ് ഫോട്ടോഗ്രാഫറാണ്. പണ്ടത്തെ സ്ലൈഡുണ്ടല്ലോ, ഇപ്പോൾ സ്ലൈഡൊന്നും ഇല്ല. അതിനൊരു പ്രൊജക്ടർ സംഘടിപ്പിച്ചിട്ടാണ് ഈ കേരളത്തിലെല്ലാം ജപമാല ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ജപമാല ധ്യാനത്തിൻ്റെ രഹസ്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രൊജക്ടറിൽ സ്ക്രീനിൽ പ്ലേ ചെയ്യും. 2001 അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ കൂടെ നടക്കിയിരുന്നത്. അതിനുശേഷം അത് 2002 2003 ആയപ്പോൾ ഇവിടെ മാതാവ് മാർപ്പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ച്. അതോടുകൂടി ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂർ ജപമാല 365 ദിവസവും. അപ്പോൾ ഒരു 120 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് കടലോരത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കടലോര കൺവെൻഷൻ്റെ ഗ്രൂപ്പുകളൊക്കെ നിലനിൽപ്പുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് ഇവിടെ രാത്രിയും പകരും 365 ദിവസം വെച്ചാൽ ഒക്ടോബർ 25-ാം തീയതി തുടങ്ങി. എന്നിട്ട് ഡിസംബർ അടുത്ത 2004 ഒക്ടോബർ 25-ാം തീയതി അവസാനിച്ച്. ആ ഗ്രൂപ്പ് രാത്രിയുണ്ട് പകലും ഉണ്ടായിരുന്നു. 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂറും ഒരു വർഷം മുഴുവനും ജപമാല നടത്തി. അങ്ങനെ 2004 ഒക്ടോബർ 25-ാം തീയതി അത് സ്റ്റോപ്പ് ചെയ്യുകയും 2004 ഒക്ടോബർ, നവംബർ, ഡിസംബർ 7-ാം തീയതി ആയപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഇതുപോലെ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. കാര്യം പ്രാർത്ഥന എന്താ വെച്ചാൽ പ്രാർത്ഥന തന്നെയായിരുന്നു നമ്മുടെ ജോലി. ഈ കാലങ്ങളിലെല്ലാം ജോലി അത് തന്നെയായിരുന്നു. അമ്മ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട്, ഈ ഗ്രൂപ്പുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് 2000 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സിൽവർ ഗ്രേയിൽ. എൻ്റെ ഒരു ടൈപ്പാണ്, ഒരു മാതൃകയാണ് ആ മുറിയിരിക്കുന്നത്. നടുക്ക് ഒരു സമയഘടികാരം ചാർത്തിയ മുറി, 10-8 സൂചി. അപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു, അമ്മ നിൽക്കുന്നു, നെഞ്ചിലൊരു സമയഘടികാരം കാണിക്കണം, 10-8 സൂചി കാണിക്കണമെന്ന്. എന്ത് ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറയണം. അമ്മ പറഞ്ഞില്ല സത്യം, പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് അത്. പക്ഷേ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്ത് അന്ന് തന്നെ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഡിസംബർ 23-ാം തീയതി ഈ തിരികളെല്ലാം 120 തിരി വാങ്ങിച്ചു. പച്ചത്തിരി എന്നല്ല പച്ചത്തിരി പറഞ്ഞില്ലായിരുന്നു. കിട്ടിയത് തിരി പച്ചയായി പോയതാ. മാർക്കറ്റിൽ നിന്ന് കിട്ടിയ തിരി പച്ചയായി പോയതാ.
ആ പച്ചത്തിരിയ കിട്ടിയത് നമുക്ക്. അതിവിടെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച ആൾക്കാർക്ക് കൊടുത്ത് അന്ന് എന്നിട്ട് പറഞ്ഞു, ഇത് എന്ത് ദുരന്തമുണ്ടാകാൻ പോകുന്നത് നമുക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കടലോരത്തെ ഗ്രൂപ്പ് കടലോരത്ത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഡിസംബർ 24 പ്രാർത്ഥിച്ചു, 25 പ്രാർത്ഥിച്ചു, 26 പ്രാർത്ഥിച്ചപ്പോഴാണ് മുമ്പാണ് സുനാമി വരണത്. 26-ാം തീയതി സുനാമി വന്നു. അപ്പോൾ ഇതിങ്ങനെ. പക്ഷേ ഞാൻ ആ സുനാമി ക്യാമ്പിലെല്ലാം പോയി വർക്ക് ചെയ്യുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു ഇരിക്കണ അന്ന് ഫൊറോണ വികാരിയാണ്. ഫൊറോണ പള്ളിയിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ക്യാമ്പ് ഉണ്ടാക്കി ആൾക്കാരെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിലേക്ക് നടന്ന് ഒരു 2-3 മാസം കൊണ്ട് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. പക്ഷേ അതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയും ആൾക്കാരോട്. മരിയൻ കൃപാഭിഷേക ധ്യാനമെന്നും പറഞ്ഞൊരു തപസ് ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയും, മാതാവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ ആൾക്കാരോട് പറയും. പക്ഷേ അത് അനുഭവങ്ങളെ പറയത്തുള്ളൂ, അല്ലാതെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇന്നത്തെ പോലെ പ്രചരിപ്പിക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് അതിനു വേണ്ടിയുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി സഭ അത് പഠിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ 2015 ആയപ്പോൾ ഞാനിത് പ്രചരിപ്പിക്കാഞ്ഞതിൻ്റെ പേരിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിഷൻ, കോസ്റ്റൽ മിഷൻ, ഒരു കാർട്ട്, നമ്മളുടെ ഒരു വേറൊരു മിഷൻ ഉണ്ടായിരുന്നു. സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി 8 കലകൾ 9 കലകൾ സഭയ്ക്കുണ്ട്. അതെല്ലാം മൺമറഞ്ഞു പോയതാണ്. ആ ചവിട്ട് നാടകം, പുത്തമ്പാന, അമ്മാനം, ദേവാസ്ത വിളിപ്പിച്ചപ്പാട്ട്, പരിചയമുട്ടുകളി, അങ്ങനെ കുറേ അണ്ണായിപ്പാട്ടുകൾ, അങ്ങനെ കുറേ കലകൾ. ഇതിനെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു മിഷൻ അമ്മ തന്ന കാരണം ഞാൻ അതിന് മിഷൻ്റെ പുറകെ ഉണ്ടാക്കി. അതിനൊരു എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കി. ആ എൻസൈക്ലോപ്പീഡിയ കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് എനിക്ക് തന്നു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നു, വലിയ ബുക്കായിരുന്നത്. അതിനാണ് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നത്. അതിൻ്റെ കൂടെ നടന്ന വർക്കാണ്. ഈ ഡോക്ടറേറ്റ് വാങ്ങിയ മധുരയിൽ ചെന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. കാര്യം വെച്ചാൽ ഇവിടം വരെ ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ നമ്മൾ പോണത്. മാതാവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് ഉടമ്പടിയിലൂടെ അനേക ആൾക്കാർ സംഭവിക്കണ ഇതാണ്, എയർ ലിഫ്റ്റാണ് സംഭവിക്കണത്. പൊക്കിക്കൊണ്ട് പോകും, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് പൊക്കിക്കൊണ്ട്. അത് ദൈവമായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഈ ചിലർ പറയണില്ലേ, എംബസി ബ്ലോക്കായി കളഞ്ഞാൽ, പക്ഷേ ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ അമ്മ അവിടെ ഒന്ന് തുറന്ന്. എങ്ങനെ വിഷയം, കമ്പ്യൂട്ടർ ബ്ലോക്കായാലും എവിടെയെല്ലാം ആളെത്തും, ഓൺ ദി സ്പോട്ടിലെത്തും. ഉടമ്പടി ഇത്രയും പവറായിട്ട് ലോഞ്ച് ചെയ്യണം കാര്യം ഇതിൻ്റെ അകത്തെല്ലാം വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. എന്നുവെച്ചാൽ കലർപ്പില്ലാത്ത, നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമുള്ള, ഭൗതിക നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും നമുക്ക് ഭൗതിക നേട്ടങ്ങളല്ല മനുഷ്യനുണ്ടാക്കേണ്ടത്. കൃപാസനത്തിന് ഭൗതിക നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, എല്ലാ രീതിയിലും ഉണ്ടാകണം. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, ഞാനിത് പഠിച്ചത്, നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ ചുണ്ണാമ്പ് തൊട്ട് വെക്കണം. അത് നാളെ കാലങ്ങളിൽ നിങ്ങളെ എയർ ലിഫ്റ്റ് ചെയ്യും, പൊക്കിയെടുത്തുകൊണ്ട് പോകും. കാര്യം എന്താണ്, അത് ദൈവം പിടിക്കണ സംഭവമാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ കേട്ട പ്രാർത്ഥനയെക്കാളും വലുതാണ് കേൾക്കാത്ത പ്രാർത്ഥന. അതെപ്പോഴും ഓർത്തിരിക്കണം. അത് കേട്ട പ്രാർത്ഥന ആ വിഷയത്തെ കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് തർക്കത്തിന് പോകരുത്. ആ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാര്യം തർക്കിക്കാതിരിക്കുന്നത് പോലും ഒരു മരിയൻ മിഷൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 2:51 എന്താ പറയണത്? അമ്മ തർക്കിച്ചില്ലെന്നാണ് പറയണത്. അമ്മ തർക്കിച്ചില്ല. ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല. തന്നെയല്ല, ഓപ്പോസിറ്റായിട്ട് ഈ പ്രാർത്ഥന ഉടമ്പടി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ തർക്കം, പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ തർക്കങ്ങളുണ്ടാകും. അത് യേശു ചോദിക്കും, നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത് എന്തുകൊണ്ട്? ഈ ചോദ്യം യേശു ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ, ഇപ്പം നിങ്ങൾ ഒരു IELTS നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു, MOH അതെന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ RN, അല്ലെങ്കിൽ PR അല്ലെങ്കിൽ എന്തോ B1 B2 എന്തെങ്കിലും എക്സാമിന് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്തു. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആളെ പെട്ടെന്ന് ലിഫ്റ്റായിപ്പോയി, കണ്ടുപോയി. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്ത് വരും? തർക്കങ്ങളുണ്ടാകും. തർക്കങ്ങളുണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ തർക്കങ്ങൾ ഉയരണത്
എന്തുകൊണ്ട്? കാര്യം തർക്കമെന്ന് പറയണത് എപ്പോഴും വരുന്നത് ഈ ഒരു വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. വിശ്വാസത്തിന് എതിരായ ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കം വരാൻ കാര്യം കമ്പാരിസൺ വരുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ തർക്കം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി അമ്മയോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 13 വർഷം മക്കളില്ലാത്ത ഒരാൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തായിരുന്നു. അയാളൊരു വർഷം മുമ്പ് ഉടമ്പടി ചെയ്തതാണ്. 13 വർഷയുടെ മക്കളില്ല. അപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ആ 2 മക്കളെ ഒരുമിച്ച് കൊടുത്തു. അപ്പം അതിന് ആ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഈ മനുഷ്യനിവിടെ നിന്ന് പറഞ്ഞത് വാക്ക്, ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞ്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഉടമ്പടി മാത്രമേ മാർഗമുള്ളൂ. അപ്പം ഞാനും വൈഫും കൂടി വന്ന് മാതാവിൻ്റെ അടുക്ക ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് ഒപ്പുവെച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉടമ്പടി ഒപ്പുവെക്കണ ഈശോയുമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവിന് അദ്ദേഹം പറഞ്ഞു ഞാൻ മാതാവുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഉടമ്പടി ചെയ്തെന്നല്ല പറയണത്. അദ്ദേഹം പറഞ്ഞു ഞാൻ 13 വർഷം മക്കളില്ലാതെ അലഞ്ഞു, അപ്പോൾ ഞാൻ വന്നു മാതാവുമായിട്ട് ഞങ്ങൾ ഉടമ്പടി ഒപ്പുവെച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോരിത്തെരിപ്പ് വരും. കാര്യം എന്താണ്? അയാളത് സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദൈവം, അതായത് ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കരാറെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അത് കരാറല്ലേ നമ്മൾ ചെയ്യണത്. പക്ഷേ മനുഷ്യനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കരാറ്. ബൈബിളിൽ ഒരു കക്ഷി ദൈവവും ഒരു കക്ഷി മനുഷ്യനും ഒരു കക്ഷി ദൈവമാകുമ്പോൾ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഉടമ്പടി എന്ന്. അപ്പോൾ നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് ഉടമ്പടിയാണ്. അയാൾ എന്താ പറയണത്? ഞാൻ അമ്മയുമായിട്ട് ഉടമ്പടി വെച്ചു. അപ്പോഴേ വിതിൻ നോ ടൈം 2 കുഞ്ഞുങ്ങൾ അമ്മ തന്നു. കാര്യം എന്താ? ദൈവം ഈ വാഗ്ദാനങ്ങളെ ഉടമ്പടി നിലനിൽക്കണം എന്തിലാണ്? ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥന അല്ല. ഉടമ്പടിയേ ഉള്ളല്ലോ ആദ്യകാലം മുതൽ എബ്രഹാത്തിനോട് ചെയ്ത സംഭവമാണിത്. ഉടമ്പടി എബ്രഹാത്തിനോട് ചെയ്ത് മോസസിനോട് ചെയ്തു. എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണ വാക്കാലാണ്, അല്ലേ? വാക്കാൽ പാട്ടം എന്ന് പറഞ്ഞ പോലെ വാക്കാൽ ഉടമ്പടി. അത് മോസസിൻ്റെ കാലം വരുമ്പോൾ എഴുതി കൊടുക്കുക, റിട്ടൺ ഉടമ്പടിയാകും. അപ്പോൾ വാമൊഴിയായിട്ടുണ്ടായിരുന്നത് വരമൊഴിയായിട്ട് മാറും ഉടമ്പടി. യേശുവിൻ്റെ കാലം വരുമ്പോൾ അതൊരു ഡൂയിങ് ആയിട്ട് മാറും. ഉടമ്പടി തന്നെയാണ് യേശുവിൻ്റെ കാലം. യേശുവിനും ഉടമ്പടി തന്നെയാണ് ഈശോ ചെയ്യണത്, അല്ല വേറെ ഒന്നും ചെയ്തില്ല. എന്ത് ഈശോ പറഞ്ഞത്? ഒരു പുതിയ ഉടമ്പടി എന്ന് പറയും. പഴയ ഉടമ്പടി നിലനിർത്തിക്കൊണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയും ഞാൻ പഴയത് റദ്ദ് ചെയ്തിട്ടില്ലെന്ന് പറയും. എന്നിട്ട് പുതിയ ഒരു ഉടമ്പടി ചെയ്യും. അത് ഉടമ്പടി, അത് എഴുത്തല്ല, ചെയ്ത്താണ്. ഇങ്ങനെ ഉടമ്പടി വരണത്. ഉടമ്പടി ആദ്യം വാക്കാൽ വരും. എബ്രഹാത്തിനോട് വാക്കാലാണ് പറയണത്. മോസസിനോട് 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പറയും നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം വ്യക്തമല്ലേ? നിങ്ങൾ IELTS പാസ്സായാലും പുരയിടം വിറ്റാലും വിവാഹം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിനക്കിവിടെ ജീവിക്കാൻ വേണ്ടി ആണ് ഞാൻ നിന്നെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത്. അത് നീ ദീർഘകാലം ജീവിക്കണം ആരോഗ്യത്തോടു കൂടി. അതിനു വേണ്ടി അതാണ് എൻ്റെ വാഗ്ദാനം. നീ ഭൂമി ദീർഘകാലം ജീവിക്കാൻ വേണ്ടി, പുറപ്പാട് പുസ്തകം എന്താ പറയണത്? നീ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അത് നിബന്ധനയാണ്. അപ്പം നിയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിബന്ധന ഉണ്ടാകും. ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് ഈ വിളിക്കുന്ന മുമ്പേ ഉത്തരം വരണത്, ഈ അനുഗ്രഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. ദൈവം ഈ അനുഗ്രഹത്തിന് 2 കണക്ഷനുണ്ട്. നമ്മളെ അനുഗ്രഹം കിട്ടണതിന് പ്രത്യേകിച്ച് ഒരു വിശ്വാസി പോലും ആകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ PSC ടെസ്റ്റ് റാങ്കൊക്കെ എഴുതുന്നവരും കുറേ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവരെല്ലാം ഓരോ നിലയിലെത്തിയിരിക്കണത്? ആണോ? അവിശ്വാസിയായാലും നമ്മൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഒരു പഞ്ഞുമില്ല. നിങ്ങളെ ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും, പക്ഷേ ദൈവത്തെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം ചില ആൾക്കാരൊക്കെ ഞായറാഴ്ച പള്ളി പോണില്ലല്ലോ. ഇപ്പോൾ ഞാനൊരു അച്ഛൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 24 പേരുമായിട്ട് ഉടമ്പടി ചെയ്യാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഞായറാഴ്ച പള്ളിയിലെ ആൾ കുറവാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു. ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചില്ലേലും പള്ളിപ്പോയില്ലേലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. 2 കൊല്ലം കോവിഡായിട്ട് വീട്ടിലിരുന്നില്ലേ? അച്ഛൻ്റെ നിരീക്ഷണം അതാ.
ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? പള്ളി പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, പരീക്ഷ എഴുതാൻ പറ്റും, ജയിക്കും, ജോലി കിട്ടും. അപ്പോൾ ഞാൻ ഓർക്കിയിരുന്നു അച്ഛൻ പറഞ്ഞതേ, ആൾക്കാരപ്പോൾ ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നത് പലരും എന്തുദ്ദേശത്തിലാണ്, എല്ലാവരും അല്ല, എന്തുദ്ദേശത്തിലാണ്? എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നത്. ഇപ്പോൾ ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് കോവിഡ് നമ്മളെ പഠിപ്പിച്ചു, അല്ലേ? ക്ലിയർ അല്ലേ? കോവിഡ് കാലത്ത് എന്തുമാത്രം പരീക്ഷ ആൾക്കാർ എഴുതി. എല്ലാ പരീക്ഷയും കോവിഡ് ഉണ്ടായിരുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെ ഗവൺമെൻറ് ഗ്രേസ് മാർക്ക് വരെ കൊടുത്തു. 30 മാർക്ക് 40 മാർക്ക് വെറുതെ വാരിക്കോരിയിട്ട് കൊടുത്തു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ദേവാലയത്തിൽ പോയില്ലെങ്കിലും വീട്ടിൽ കുത്തിയിരുന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഒരു കാര്യം എൻ്റെ സഹോദരൻ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദേവാലയത്തിൽ പോണത് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആവരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അത് യേശു പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ പോയില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഈശോയാണ് ആദ്യം പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ലേ? പള്ളിയിൽ പോയില്ലെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കല്യാണം കഴിക്കും, പ്രസവിക്കുകയും ചെയ്യും, പിള്ളേരെ വളർത്തുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും നടക്കും. കയ്യിലിരിപ്പ് മോശമാണെങ്കിലും കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ. നിങ്ങളുടെ കയ്യിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ കയ്യിരിപ്പ് ഇത്തിരി മോശമാണെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ലോകത്തോട് പറഞ്ഞത്, ചങ്കൂറ്റത്തോട് പറഞ്ഞത് ഈശോ മാത്രമാണ്. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. കയ്യിരിപ്പ് മോശമാണെങ്കിലും കാര്യങ്ങൾ നടക്കും എന്ന് ലോകത്തോട് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ഈശോ മാത്രമാണ്. പിന്നെ നമ്മളെന്തിനാ പ്രാർത്ഥിക്കണത്? കാര്യം ഈ വിഷയത്തിൽ നമ്മൾ ഇത്ര റീസൺ ഉപയോഗിക്കണം നല്ലതായിരിക്കും. ദൈവത്തെ കൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്താ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്യരുടെ മേലും ദുഷ്ടരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അതാണ് വിഷയം. മത്തായിയുടെ സുവിശേഷമാണ് 5:45. അപ്പോൾ നീതിമാനായാലും നീതിരഹിതനായാലും അവൻ്റെ മേൽ ദൈവം മഴ പെയ്യിക്കും. നീതിരഹിതനെ മാറ്റി നിർത്തിയിട്ട് നീ അങ്ങോട്ട് മാറ്, ഈ മഴ നീതിമാന് മാത്രം ഉള്ളതാണെന്ന് ദൈവം പറയത്തില്ല. നിങ്ങളിങ്ങോട്ട് മാറി, ഇത് പള്ളിയിൽ പോണവർക്ക് മാത്രമുള്ള അനുഗ്രഹമാണെന്ന് ദൈവം പറയത്തില്ല. ദൈവം എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് എല്ലാം. ആ ഭൗതിക അനുഗ്രഹങ്ങളെ നമ്മൾ ലഭിക്കുന്നതിന് നമ്മളൊരു വിശ്വാസി പോലും ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വിശ്വാസിയാകണത്? പിന്നെ നമ്മൾ എന്തിനാണ് ദൈവത്തിലെ ഓരോ വിഷയങ്ങൾക്ക് ആശ്രയിക്കണത്? ഇത് അനുഗ്രഹത്തിനല്ല. ശരിക്കും പറഞ്ഞ് അനുഗ്രഹം ഇതിൻ്റെ ഭാഗമാണ്. അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ അനുഗ്രഹം ലഭിച്ചാൽ മാത്രം പോരാ. എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത. ഇതൊരു വലിയ ആൾക്കാരെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. എല്ലാവരും അനുഗ്രഹത്തെക്കുറിച്ചാണ് എപ്പോഴും ദൈവസന്നിധിയിൽ അവലാതിപ്പെടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് അനുഗ്രഹം മാത്രമല്ല, പിന്നെ എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത. ഇപ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. ഈ പ്രാർത്ഥനയുടെ ഫോക്കസ് പോയിൻ്റ് വരേണ്ടത് അനുഗ്രഹത്തിനേക്കാളുപരി അനുഭവിക്കാനുള്ള യോഗ്യതയിലാണ്. പിടിയോ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം, കർത്താവേ നീ തന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകണമേ. ഇറ്റ്സ് എ പോയിന്റ്. ഒന്ന് നെഞ്ചത്തെ കൈവച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ നീ തന്നതും തരാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളിലെ അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ. കർത്താവേ നീ തന്നതും തരാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളിലെ അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കും എൻ്റെ
കുടുംബത്തിനും നൽകണമേ. ഇതിപ്പോൾ മക്കളുണ്ടാകുന്ന കാര്യം തന്നെ എടുത്തു. മക്കളുണ്ടാകുന്ന കാര്യം, നിങ്ങൾ മക്കൾ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഇതിപ്പോൾ ഇന്നത്തെ സാക്ഷ്യം എന്താ? അവർക്ക് 5 വർഷമായിട്ട് മക്കളില്ല. 5 വർഷമായിട്ട്. അപ്പോൾ അവർ മക്കളുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞ്. അപ്പോഴവരിവിടെ വന്ന് ഉടമ്പടി, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ പിന്നെ എന്താ മാർഗം? പിന്നെ ഉടമ്പടിയല്ലേ ഉള്ളൂ, ലോകത്ത് ഉടമ്പടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും റഷ്യയിൽ നിന്നും പോളണ്ടിലൊക്കെ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആൾക്കാർ, അവിടുത്തെ നാട്ടുകാർ. എന്താ പ്രശ്നത്തിൽ അറിയാവുന്നവർക്കറിയാം, ഇതൊരു ലാസ്റ്റ് നമ്മുടെ ഒരു ഓപ്ഷനാണ്. ഇതൊരു ഫുൾ ഓപ്ഷനാണ്, അതേസമയം തന്നെ ലാസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ അപ്പുറത്തിന് ഓപ്ഷനില്ല. ലോകത്ത് അതാത് കാലങ്ങളിലൊക്കെ ദൈവം ഓരോ പ്രാർത്ഥന കൊടുക്കുകയും, ഇപ്പോൾ 12-ാം നൂറ്റാണ്ടിലാണ് കുരിശിൻ്റെ വഴി കൊടുത്തത് അല്ലേ, കുരിശിൻ്റെ വഴി കിട്ടിയത്. അപ്പം അതിൻ്റെ അകത്തുള്ള ആ കുരിശിൻ്റെ വഴിയുടെ ആക്കാമ്പം എന്താണ്? പശ്ചാത്താപമാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതിനനുസ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ദോഷപ്രതി ശ്രീവാപ്പാതയാണ് കുരിശിൻ്റെ വഴി അല്ലേ. പിന്നെ നമുക്ക് വന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ആരാധന തുടങ്ങിയത് അല്ലേ. ആരാധന തുടങ്ങിയതിൻ്റെ എന്താണ്? ലംബാർഡ്സ്, വിസിഗോട്ട്സ്, മോർസ്, അങ്ങനെയുള്ള കൊലപാതക വർഗങ്ങൾ, ഭീകരപ്രവർത്തകന്മാർ, അത് എന്നും ഉണ്ട്, ഇന്നും ഉണ്ടല്ലോ, ഈ കാലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ അവിടെ സിലോണിലൊക്കെ ബോംബ് വെച്ചിട്ട് ആ രാജ്യം തന്നെ ഇപ്പോൾ അസ്ഥിരപ്പെട്ടു പോയി. അപ്പോൾ അത് ആ കാലങ്ങളിലും ഉണ്ടായിരുന്നു. ലംബാർഡ്സും വിസിഗോട്ട്സും ഒക്കെ റോമൻ നാഗരികതയെ പൊടുന്നതിനെ മിന്നലാക്രമണം നടത്തി അച്ഛന്മാരെയും അതുപോലെ തന്നെ കോൺവെൻ്റിലൊക്കെ ചെന്ന് കൊള്ളടിച്ച് അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ നാട്ടുകാരെ കൊല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു 13-ാം നൂറ്റാണ്ട്. ബ്ലാക്ക് ഏജ്, ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്ന കാലം. ആ കാലങ്ങളിൽ ലംബാർഡ്സും ആക്രമിക്കുന്ന സമയത്ത് ക്ലാരപ്പുണ്യാളത്തി ആൾത്തറയിൽ നിന്ന് കുസ്തോതി സക്രാരിയിൽ നിന്ന് കണ്ണീരോടെ വിറച്ചു തുള്ളി വന്ന് കുർബാനയെ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നത് ഈ ഭീകരന്മാർ വരുമ്പോൾ. അപ്പോൾ അവർക്ക് 100,000 പട്ടാളക്കാർ നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ പേടിച്ചവിടുന്ന് പോകുന്നിടത്ത് വെച്ചാണ് ആരാധന തുടങ്ങണത്. അന്ന് വരെ ആരാധന സഭയിലില്ല. അതൊരു ചരിത്രമാണ്. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ഗ്രിഗറി മാർപ്പാപ്പ ആരാധന യൂറോപ്പ് മുഴുവൻ ഇങ്ങനെ ഈശോ ആരാധിക്കപ്പെടേണ്ട ആളാണെന്നും ആരാധന ഒരു മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഒരു വംശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തൊരു കാലമാണത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരാധന നടക്കുമ്പോൾ ഈ ആരാധനയ്ക്കൊരു പാട്ട് വേണം എന്ന് ഗ്രിഗറി മാർപ്പാപ്പ പറയണത്. ഈ ആരാധനയുടെ ഒരു അപ്പോസ്റ്റലുണ്ടായിരുന്നു, തോമസ് അക്വിനാസ്, വിശുദ്ധ തോമസ് അക്വിനാസ്. വിശുദ്ധ തോമസ് അക്വിനാസ് അന്ന് ഫാദറാണ്. പറഞ്ഞ് പൊപ്പ് പറഞ്ഞ് ഒരു പാട്ട് ഇതാൻ പറഞ്ഞ്, നിങ്ങളല്ലേ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രസിദ്ധനായ ഭക്തൻ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ പാട്ടാണ് ഇത് മോക്ഷകവാടം തുറക്കും ഋഷാകരാമോസ്തിയെ ശത്രുവിൻ്റെ അണികൾ തകർക്കാൻ ശക്തിയും കൃപയും നൽകണമേ. അതായത് അന്ന് അതാണ് സംഭവിച്ചത്. നമുക്കൊരു ശത്രു ഉണ്ട്, എവിടെയും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ ഓഫീസിലാകാം, ചിലപ്പോൾ നിൻ്റെ പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുന്ന ആളാകാം. അതിന് പരിഹാരം ആരാധനയാണ്. കാര്യം സഭ കടന്നു വന്ന വഴികളുണ്ട്. സഭ കടന്നു വന്നത് മുഴുവനും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഇരുന്ന് മെത്രാനാശന്മാർ പ്രാർത്ഥിച്ച് കൂടി ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ അനുഭവം കൊണ്ട് ഒരു തീരുമാനം എടുത്ത് വളർന്നു വന്ന സഭയല്ല ശരിക്കും. തെറ്റുകളുണ്ടാകുമ്പോൾ തിരുത്താനാണ് സിനഡുകൾ കൂടിക്കൊണ്ടിരുന്നത്. ജെറുസലേം സുനകദോസ് മുതൽ അങ്ങനെയാണ്. പക്ഷേ ദൈവം പ്രവർത്തിച്ചത് മുഴുവനും ഇതുപോലെയുള്ള ചെറിയ മനുഷ്യരിലൂടെയാണ്. ചെറിയ മനുഷ്യരെ ഒരു വിഷയം വരുമ്പോൾ ദൈവം അവരെ തോണ്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ക്ലാര പുണ്യാളത്തോട് പറഞ്ഞു, ക്ലാര നീ എന്നെയും കുടിച്ചോട്, എന്തിന് അങ്കണത്തിൽ പോയി നിൽക്കുക, ബാക്കി എന്ത് വരണമെന്ന് നമുക്ക് അവിടെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നല്ല ഈശോ പറഞ്ഞത്. അതിങ്ങനെ സക്രാരി പൂട്ടി ഇരിക്കാനല്ലല്ലോ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഈ ആരാധന നടത്തുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവാ ദൈവമേ
കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ശാരീരിക ജീവിതത്തിലും ശാരീരിക ജീവിതത്തിലും ഒത്തിരിയേറെ ശത്രുതയിൽ ഒത്തിരിയേറെ ശത്രുതയില് ഞാൻ വളയപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നെ വളയപ്പെട്ടിരിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. ഗത്യന്തരമില്ലാതെ ഗത്യന്തരമില്ലാതെ എനിക്ക് ജീവിക്കാൻ മേലാതെ ജീവിക്കാൻ മേലാതെ ഞാനായിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് മോക്ഷകവാടം തുറന്ന് അങ്ങ് മോക്ഷകവാടം എന്റെ തുറന്ന് ശത്രുവിന്റെ അണികളെ ശത്രുവിന്റെ അണികളെ ഈ നിമിഷം ഭേദിക്കണമേ. ഈ നിമിഷം ഈ നിമിഷം ഭേദിക്കണമേ. ഈ നിമിഷം പ്രതിരോധിക്കണമേ. പ്രതിരോധിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മോക്ഷകവാടം തുറന്ന് ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. 13-ാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ കുർബാന ദൈവം നമുക്ക് ഇറക്കി തന്നത്. അത് പിന്നെ സഭയുടെ ജീവിതത്തിൻ്റെ ആരാധന ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നീട് 14-ാം നൂറ്റാണ്ടായി, 15-ാം നൂറ്റാണ്ടായി, 16-ാം നൂറ്റാണ്ടായപ്പോഴാണ് ജപമാല തന്നത്. ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോയിൽ വെച്ചാണ് ജപമാല. തുർക്കികൾ യൂറോപ്പിനെ വിഴുങ്ങണ ഒരു സമയം വന്നപ്പോൾ ലെപ്പാൻഡോ യുദ്ധത്തിൽ അവസാന തകർച്ചയുടെ സമയത്ത് ജനങ്ങൾ ജപമാല ചെല്ലാൻ തുടങ്ങി. പോപ്പിൻ്റെ കൂടെയാണ്, പരിശുദ്ധ പിതാവിൻ്റെ കൂടെ. അപ്പോൾ തുർക്കികൾക്കെതിരെ കടലിൽ നടന്ന യുദ്ധത്തിൽ കാറ്റ് മറിഞ്ഞു വീശിയാണ് അന്ന് യൂറോപ്പ് വിശ്വാസത്തിൽ നിലനിന്നത്. യൂറോപ്പ് രക്ഷപ്പെട്ടത് പ്രാർത്ഥനയിലൂടെയാണ് രക്ഷപ്പെട്ടത്. അന്ന് മുതലാണ് ജപമാല സാർവജനീയമായി മാറിയത്. ഏതെങ്കിലും പ്രാർത്ഥനകൾ എടുത്തു കളയാനൊക്കെ സുഖമാണ് സഭാജീവിതത്തിൽ നിന്ന്. ഏതെങ്കിലും പ്രാർത്ഥനയൊക്കെ ബുദ്ധിയും ബോധവും ഒക്കെ കുറവുള്ളവർ, ദൈവികമായ ബുദ്ധി ഞാൻ മാനുഷികമായ ബുദ്ധി കൂടുതലാണല്ല ഇന്ന് എല്ലാവർക്കും. ദൈവികമായ ബുദ്ധിയെക്കുറിച്ചാണ് ഞാൻ പറയണത്. അത് വിവേകമെന്ന് പറയും. ദൈവികമായ ബുദ്ധിയുടെ പേര് വിവേകമെന്നാണ്. വിവേകമുള്ളവർക്ക് വിവേചനമുണ്ടാവും. ആധ്യാത്മിക വിവേകമില്ലാത്തവർക്ക് വിവേചനം ഉണ്ടാകത്തില്ല. അവർ ചില പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ നിന്ന് ആവശ്യമില്ല ആണെന്ന് പറഞ്ഞ് എടുത്തു കളയും. പക്ഷേ എപ്പോഴും കെന്നഡി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളൊരു വെയിൽ പൊളിക്കുമ്പോൾ എല്ലാ വെയിലുകളും നിങ്ങൾക്ക് പൊളിക്കാം, പക്ഷേ ഒരു വെയിൽ പൊളിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് കെട്ടിയതെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കുമെന്ന്. ഇത് തന്നെ ജപമാലയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ചില ആൾക്കാർ ജപമാല ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ജപമാല ഉപേക്ഷിക്കുന്ന മുമ്പ് ജപമാല എങ്ങനെ സഭയിലേക്ക് വന്നുവെന്ന്, ചരിത്രം എന്താണ് നമ്മളോട് പറയണമെന്ന് നമ്മളൊന്ന് ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ ഒരു മേയാക്കുൾപ്പ പറയേണ്ടിയും വരും, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയെന്ന്. കാരണം ദൈവം തന്ന പ്രാർത്ഥനയാണിത്. നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴേ ഈ യുദ്ധത്തിൽ നമ്മൾ സാത്താനോട് ലോകത്തോടുള്ള സഭയുടെ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ മാതാവ് ഇറങ്ങി വന്ന പ്രാർത്ഥനയാണ്. മാതാവ് ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ്. മാതാവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മാതാവിനെ കുടുംബത്തിന് മധ്യസ്ഥയാക്കാൻ വേണ്ടി, മാതൃകയാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച് നൽകിയ പ്രാർത്ഥനയാണ് രക്ഷാകര ചരിത്രങ്ങളുള്ള ജപമാല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ ജപമാല അലംഭാവത്തോടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയോടുകൂടി ജപമാല ജീവിതത്തിന്റെ ഭാഗമാകുവാൻ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ജപമാലയുടെ അമ്മേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കുടുംബ പ്രാർത്ഥനകള് നഷ്ടപ്പെട്ടു പോയവരെ, വീണു പോയവരെ ഈ ആരാധനയിലൂടെ ഇപ്പോൾ പുനരുദ്ധരിക്കണമേ. ശ്രുതിക്കട്ടെ. പിന്നീട് വന്നപ്പോൾ ഈ കാലങ്ങളിൽ തന്നെയാണ് 40 മണി ആരാധന ആരംഭിച്ചത്. അത് ഒരു 16, 17, 18 കാലങ്ങളിലാണ്, 18-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ രാത്രി ആരാധന പോലെയുള്ള 40 മണി ആരാധന ആരംഭിച്ചത്. ഇറ്റലി ആരംഭിച്ചതാണ് 40 മണി ആരാധന 18-ാം നൂറ്റാണ്ടിലെ. അത് ആ കാലങ്ങളിൽ തന്നെ ചാവറയച്ചൻ അതിനുശേഷം കേരളത്തിൽ ആരംഭിച്ചു. അന്ന് ചാവറയച്ചൻ്റെ കാലമാണ്, 1832 കാലഘട്ടം, 40 കാലഘട്ടമല്ല. അപ്പോഴാണ് നമുക്ക് 40 മണി ആരാധന കേരളത്തിൽ ആരംഭിച്ചത്. ചാവറയച്ചനാണ് ആരംഭിച്ചത്. അത് ഇറ്റലിയിൽ നടന്ന ആരാധന, അതിൻ്റെ പകർപ്പാണ് നമ്മൾ ഇവിടെ എടുത്തത്. പക്ഷേ അത് വളരെ അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ആരാധന കൂടാൻ വേണ്ടി മാത്രം അന്നാനത്ത് വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാര്യം അതൊരു വലിയ വിശ്വാസ മുന്നേറ്റത്തിൻ്റെ കാലമായിരുന്നു. പക്ഷേ ആരാധന, ഈ 40 മണി ആരാധനയാണ് 18-ാം നൂറ്റാണ്ടിലെ കോൺട്രിബ്യൂഷൻ, സഭയിൽ വന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്.
അതിനുശേഷം 19 20 ഈ കാലങ്ങളിലെല്ലാം 20 ആയപ്പോഴാണ് 1967 കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടായത്. അതിൻ്റെ കാത്തലിക് വേർഷൻ ഉണ്ടായത് ഒരു 70-ലാണ്, 1970-ലാണ് കാത്തലിക് വേർഷൻ ഉണ്ടായത്. നമ്മളിന്ന് കാണുന്ന പോട്ടപ്പോലുള്ള കൺവെൻഷൻസ് എല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കാത്തലിക് വേർഷൻസാണ്. ഇന്ന് ധ്യാനകേന്ദ്രങ്ങളെല്ലാം, എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അതൊരു മുന്നേറ്റമാണ്. അത് 1967 മുതലുള്ള നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പുതിയ പ്രാർത്ഥനാ രീതിയാണ്. അത് അപ്പോസ്തലിക പാരമ്പര്യമുള്ള പ്രാർത്ഥനാ രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലെ വന്ന് ഇന്ന് എന്താ ഞാൻ ഇത്രയും ചരിത്രം പറയാൻ കാരണമെന്ന്, ചരിത്രം ഞാൻ ചിന്തിച്ച് പറഞ്ഞതല്ല, ആലോചിച്ച് പറഞ്ഞതല്ല, പറഞ്ഞപ്പോഴിങ്ങനെ പറഞ്ഞു പോയതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷമാണ് 2016 ഉടമ്പടി പ്രാർത്ഥന വരണത്. എന്താ കാര്യം വെച്ചാൽ ഇതൊരു പുതിയ പ്രാർത്ഥനയാണ്. ഈ പുതിയ പ്രാർത്ഥന ജപമാല ഫ്ലാഷ് ചെയ്തതിനേക്കാളും പെട്ടെന്നാണ് ഇത് ഫ്ലാഷ് ചെയ്തത്. ഇത് മലയാള ലോകത്തിലുണ്ടായ മാതാവ് തന്ന ഒരു പ്രാർത്ഥനയാണെങ്കിലും ഇത് ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് സെറ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി, 19 കൊല്ലമായിട്ട് ഗൃഹപ്രാർത്ഥന ഇല്ലായിരുന്നെന്ന്. പക്ഷേ ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ഞങ്ങളുടെ വീട്ടിൽ തന്നത് കുടുംബപ്രാർത്ഥനയെ തന്നത്. കാര്യം ഞാൻ ഇസ്രയേലിലാണ്, ഞങ്ങൾ 3 സ്ഥലങ്ങളിലാണ്, പിന്നെ കുടുംബമില്ലാതെ എങ്ങനെ പ്രാർത്ഥന. പക്ഷേ ജപമാല എടുത്തോടുകൂടി എൻ്റെ ഭർത്താവ് വീഡിയോ കോൾ എന്നെ വിളിച്ചു. അപ്പം അവർ അപ്പനും മകനും ജപമാല തുടങ്ങുമ്പോഴേ, കുടുംബപ്രാർത്ഥന തുടങ്ങുമ്പോൾ എന്നെ വീഡിയോ കോളിൽ വിളിക്കും. ഞങ്ങൾ 3 പേരും കൂടി വീഡിയോ കോളിൽ ജപമാല ചൊല്ലി. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഇരുന്ന് ജപമാല ചൊല്ലേണ്ട കൺസെപ്റ്റ് പോയി. ചിലപ്പോൾ ഭാര്യ ഒരു രാജ്യത്തായിരിക്കും, ഭർത്താവ് ഒരു രാജ്യത്തായിരിക്കും, പിന്നെ മകളൊരു രാജ്യത്തായിരിക്കും. നിങ്ങൾ ഏത് രാജ്യത്തായാലും ഈ കാലങ്ങളിലെല്ലാം ഒരു കുടുംബത്തിൽ നിൽക്കണ പോലെയുള്ള അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പം ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളായി അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഒരു കുടുംബമായിട്ട് കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിൽ ഐക്യപ്പെട്ട് ഒരു കുടുംബമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അഭിഷേകം നൽകണമേ. അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളില് കുടുംബ പ്രാർത്ഥന മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ അത് പുനരാരംഭിക്കാനുള്ള വലിയ കൃപ കണ്ടില്ലേ. എല്ലാ പ്രാർത്ഥനകളും നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെട്ട എല്ലാ പ്രാർത്ഥനകളെയും ഉടമ്പടി തിരിച്ചു കൊണ്ടുവരും. അല്ലേ? നിങ്ങളിപ്പോൾ ആരാധന കൂടുകയാണ്, ഓൺലൈനിലുള്ള ഒരു ആരാധന കൂടുകയാണ്. ഒരു ഉടമ്പടി പ്രാർത്ഥന കൂടുന്നത് ഏറ്റവും ഒരാഴ്ച കൂടുന്നത് 1,20,000 പേരാണ്. ഒരാഴ്ച ഒരു ഉടമ്പടി പ്രാർത്ഥന കൂടുന്നത് 1,20,000 പേരാണ്. ഇവരെന്താ കൂടുന്നത്? ആരാധനയാണ് കൂടുന്നത്. ഇവരെന്താ ചെയ്യണത്? കുടുംബ പ്രാർത്ഥനയോട് ചേർന്നാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്, ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. അതായത് ജനത്തിൻ്റെ ജീവിതം ദൈവവുമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മഹാത്ഭുതങ്ങൾ നടക്കുന്നത്. ഒരു 6,000-ഓളം സാക്ഷ്യം എ ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്. ഒരു പക്ഷേ മറ്റൊരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത അത്രയും സാക്ഷ്യങ്ങളാണ് ഉടമ്പടിക്കുള്ളത്. തന്നെയല്ല, കാറ്റഗോറിക്കൽ സാക്ഷ്യങ്ങൾ ഹെവി ഡ്യൂട്ടിയാണ് ചെയ്യണത്. ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദൈവവും മനുഷ്യരും കൂടി അടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നത്, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ ഞാൻ ഉത്തരം വരളുവെന്നാണ്. പക്ഷേ അത് നടക്കണ എപ്പോഴും ഉടമ്പടിയിലാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ, ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. അതായത് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സ്ഥലത്തിന് ആൾ വന്നെന്ന് പറയും. സാക്ഷ്യമാണത്. ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചോളൂ. 10-30 കൊല്ലമായിട്ട് വിൽക്കാത്ത സ്ഥലമാണ്. അതിന് വേറെ മുന്നാധാരമില്ല, പല അവകാശികളുണ്ട്. വിൽക്കാൻ പോകുമ്പോൾ ഒരാൾക്കാർ ബ്ലോക്ക് ചെയ്യാൻ വരും. പക്ഷേ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് വിസ എല്ലാം ഓക്കെ ആകണതും. പെട്ടെന്നാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്താ കാര്യം അങ്ങനെ സംഭവിക്കണം? ഞാൻ ഉടമ്പടി എടുത്തില്ലല്ലോ. എടുക്കാൻ തീരുമാനിച്ചാൽ മതി. കാര്യം നിങ്ങൾ എടുക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുമെന്നറിയാം.
അങ്ങനെ എടുക്കുമെന്നും അത് വൃത്തിമേനയുമായിട്ട് ചെയ്യുമെന്നും ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അപ്പം തന്നെ എടുത്തതുപോലെയാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ 65-24 അതായത് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. അതാണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. നിങ്ങൾക്കറിയാം ഈ പ്രവാചകന്മാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശത്തിന് കൊടുത്ത ഉടമ്പടി പാലിക്കുന്നുണ്ടോ, പാലിക്കുന്നില്ലെങ്കിൽ അവർ ശപിക്കും ദൈവത്തിൻ്റെ നാമത്തിൽ. അതിനാണ് ഈ പ്രവാചകന്മാർ. ഉടമ്പടിയിൽ ജനങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ദൈവം ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും വിട്ടത്. അത് മോശയ്ക്ക് ഉടമ്പടിയാണ്, മോശയുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ജനം നിൽക്കുന്നുണ്ടോ, അത് ജനങ്ങൾ വഴി കാല് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ. എന്നിട്ട് ഉടമ്പടിയുടെ ഫീച്ചേഴ്സാണ് പറയണത്. എന്താ പറയണത്? ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. എന്താണ്? ഐസയാ 65-24 ഒന്ന് പറഞ്ഞ്, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രാർത്ഥിച്ചു തീരും മുമ്പേ എങ്ങനെ കേൾക്കണത്? അതാണ് വിഷയം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കും. ഇന്ന കാര്യമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയേക്കാൾ സ്പീഡാണ് അതിൻ്റെ ഉത്തരം. പ്രാർത്ഥനയേക്കാൾ ഉത്തരം സ്പീഡാകണത് ഉടമ്പടിയുടെ വാഗ്ദാന ഭാഗമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരിക്കലും നിങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കണത്. ഇപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിൽ എന്താ വന്നിരിക്കുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയെ ഈ കെസിയുടെ ഫോട്ടോ കാണിക്കുമ്പോഴേ അതൊരു വിശ്വാസത്തിൽ കാണിക്കുന്നതാണ്. എന്താ പറയണത്? ഇവൾക്ക് കുഴപ്പമില്ലെന്ന് അമ്മ നിശ്ചയിച്ചു. കുഴപ്പമുണ്ടേ. ലിംഫോമയുടെ ലോകത്തിലെ 2ാമത്തെ ഡോക്ടറാണ് അവളെ ചികിത്സിക്കുന്നത്. അയാൾ എത്രയോ സ്കാൻ ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുമാണ് കുഴപ്പമുണ്ടെന്ന് പറയണത്. പക്ഷെ ദൈവം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ല. അനുഗ്രഹത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ ഉള്ളത്? അനുഗ്രഹം ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് കടന്ന് റിപ്ലൈ ഇല്ലേ? ശ്രദ്ധിക്കുക, അച്ഛൻ പറയുന്നത് വളരെ സീരിയസ് വിഷയമാണ്. നമ്മൾ ഈ വോക്കൽ പ്രെയർ ഓർ നമ്മൾ ഡൂയിങ് പ്രെയർ ആയാലും ശരി, ഉടമ്പടി ഒരു ഡൂയിങ് പ്രെയറാണ്. ഇങ്ങനെ റിസൈറ്റിംഗ് പ്രെയർ അല്ലത്. ബേസിക്കായിട്ട് ഉടമ്പടി ഡൂയിങ് പ്രെയർ, ചെയ്യണ പ്രാർത്ഥനയാണ്. ചെയ്യണ പ്രാർത്ഥനയുടെ എല്ലാം മരിയൻ ആണ് തുടങ്ങി വെച്ചത്. അതിനുശേഷമാണ് ഈശോ പുതിയ ഉടമ്പടി ചെയ്തപ്പോഴും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അത് ഡൂയിങ് പ്രെയറാണ്. ഉടമ്പടി അതിൻ്റെ ബേസിക് ഫീച്ചർ ഡൂയിങ് പ്രെയറാണ്, ചെയ്യണ പ്രാർത്ഥനയാണ്. എബ്രാഹത്തിന് കൊടുത്ത പ്രാർത്ഥന ഒക്കൽ വാചികമായ ഉടമ്പടിയാണ്, ഓറലായിട്ടുള്ള കവനൻ്റാണ്. മോസസിന് കൊടുത്തത് റിട്ടൺ കവനൻ്റാണ്. യേശു സ്ഥാപിച്ചത് ചെയ്യണ ഉടമ്പടിയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അപ്പോൾ വാക്കാലായാലും ശരി, എഴുത്തായാലും ശരി, ചെയ്ത്തായാലും ശരി, ദൈവം ഉടമ്പടിയുമായിട്ടാണ് പ്രൊസീഡ് ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടി എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു മാതാവാണ്. എന്താ മറിയം ഉടമ്പടിയുടെ മാതാവാണെന്ന് പറയാൻ കാര്യം? പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യണത് മാതാവിൻ്റെ ഉടമ്പടിയോട് കൂടിയാണ്. നമ്മളതിൻ്റെ ഒരു ഷെയർ ഹോൾഡേഴ്സാണല്ലേ. മരിയൻ ഉടമ്പടി പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യണത് മാതാവ് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയോട് കൂടിയാണ്. ദൈവം കൊടുത്ത വാഗ്ദാനവും മാതാവ് വാഗ്ദാനത്തിന് പകരം തിരിച്ചു കൊടുത്തിട്ടുള്ള നിബന്ധനകൾ അക്സെപ്റ്റ് ചെയ്യാവുന്നുള്ള മാതാവിൻ്റെ കൺകറൻസ്, അതാണ് ഉടമ്പടിയുടെ കാമ്പെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രോമിസ് ഉണ്ട്, കൺകറൻസ് ഉണ്ട്. അപ്പോൾ ഉടമ്പടിക്ക് 2 ഘടകങ്ങളുണ്ടാവും എപ്പോഴും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി ചെയ്തവരും ചെയ്യാൻ പോണവരുമാണ്. അപ്പോൾ ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1 പ്രോമിസാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. എബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തു, മോശസിന് വാഗ്ദാനം കൊടുത്തു. ഈശോയും നമുക്ക് പുതിയ നിയമത്തിലെ കുർബാന സ്ഥാപിച്ചപ്പോൾ, വലിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ വാഗ്ദാനമാണ് നൽകിയത്. പക്ഷേ ഈശോയുടെ വാഗ്ദാനം എന്താണ്? പിതാക്കന്മാരെ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴ് കർത്താവിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾക്ക് ദൈവം നൽകുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം നൽകുന്ന ആനുകൂല്യങ്ങൾക്ക്
മേ ബി ഫിസിക്കൽ ഫേവേഴ്സ്, ദാറ്റ് ഇസ് ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ് എന്നാണ് നമുക്ക് ദൈവം തരുന്നത് അല്ലേ? ഈ ബ്ലെസ്സിങ്സിന് ബേസിക്കായിട്ട് ബ്ലെസ്സിങ്സ് എന്താ? ഫിസിക്കൽ ഫേവേഴ്സാണത്. പക്ഷേ ഇറ്റേണൽ ഫേവേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെ. ഈ കുർബാനയുടെയൊക്കെ ഫേവർ എന്ന് പറയണത് എന്താണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, അതുപോലെ എന്നെ ഭക്ഷിക്കുന്ന ഞാൻ മൂലം ജീവിക്കും. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യം ജീവിക്കാൻ വേണ്ടി. എന്നെ ഭക്ഷിക്കുന്ന ഞാൻ മൂലം, ഒന്ന് പറഞ്ഞേ, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പം നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് ഉടമ്പടി ചെയ്യുന്നതിലൂടെയാണ്, അല്ലാതെ ഓൺലൈനിൽ കുർബാന പടം കാണുന്നതിലൂടെയല്ല. ഞങ്ങൾ പടമെല്ലാം അവസാനിപ്പിച്ചു. കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പള്ളി പൂട്ടിപ്പോയപ്പോഴാണ് ഓൺലൈനിൽ കുർബാന വെച്ചത്. ഇപ്പോൾ ഞങ്ങളത് അവസാനിപ്പിക്കുക. എന്താ കാര്യം? കിടപ്പ് രോഗികളെ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ അകത്ത്. നിങ്ങളാരെയും ഉദ്ദേശിക്കണമെന്നില്ല. ആരോഗ്യമായിട്ട് 2 കാല് നിറച്ച് പള്ളിയിൽ പോകാൻ കഴിയുന്നവരെ, കർത്താവിൻ്റെ കുർബാന ബലിപീഠത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നവരെ ആരെയും ഓൺലൈനിൽ പ്രതീക്ഷിക്കുന്നില്ല. കിടന്നുപോയ ആൾക്കാരില്ലേ, അവർ ജീവിതകാലം മുഴുവനും കർത്താവിൻ്റെ എന്ന് പറഞ്ഞ് ജീവിച്ച ആൾക്കാരുണ്ട്. കർത്താവേ എന്നും പറഞ്ഞ് ജീവിച്ചവരുണ്ട്. ജീവിച്ചിരിക്കണമെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോകണം, കുർബാന അർപ്പിക്കണം എന്ന് പറഞ്ഞ് ജീവിച്ച ആൾക്കാരുണ്ട്. അവരിന്ന് കിടപ്പ് രോഗികളാണ്. ആ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാലമാകുമ്പോൾ കർത്താവിനെ കാണാൻ വേണ്ടിയാണ് TV കുർബാന വെച്ചിരിക്കുന്നത്, അല്ലാതെ ആരോഗ്യന്മാർക്കല്ല. രോഗികൾക്കാണ് TV കുർബാന കൊണ്ട് ആവശ്യം. അപ്പം നിങ്ങൾ TV കുർബാനയുടെ ഓൺലൈൻ കുർബാനയുടെ കാലം കഴിഞ്ഞു. നിങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ പോയി തന്നെ അവൻ്റെ ഓർമ്മയ്ക്കായി കാണുവിനെന്നാണ് ഈശോ പറഞ്ഞത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി കാണുവിൻ എന്ന് പറഞ്ഞ ഈശോ ഇല്ല, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ചെയ്യണമെങ്കിൽ അഭിഷിക്തം വേണം, ദേവാലയം വേണം, ബലിപീഠം വേണം, സഭയുടെ കൂട്ടായ്മ വേണം. അപ്പോൾ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എന്താണ്? ഓൺലൈനായിട്ടുള്ള കുർബാനയോട് ബന്ധപ്പെട്ട എല്ലാ വിഷയവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ വിശ്വാസികളും, ഇത് കേൾക്കുന്ന എല്ലാവരും ഇനി കുർബാന ദേവാലയത്തിൽ പോയി കൂടണം, മുടങ്ങരുത്. അത് കർത്താവുമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ പുതുക്കുകയാണ്. എന്താ കാര്യം? നിത്യമായി അവൻ്റെ കൂടെ ജീവിക്കാനുള്ളവരാണ്. നമ്മളിലെ പരിശുദ്ധാത്മ പറഞ്ഞത് എന്താണ്? പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ അമ്മയെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്, ഉടമ്പടിയുടെ മാതാവ്. എന്താ കാര്യം? ഈശോയെപ്പോലും നമുക്ക് കിട്ടുന്നത് അമ്മ ഉടമ്പടി ചെയ്തിട്ടാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ദാനം എന്താണ്? ജീസസ് ക്രൈസ്റ്റ്. കൈയിടിച്ച് കർത്താവ് ആസ്വദിച്ചങ്ങ് ആരാധിക്കണം. ജീവിക്കണ ദൈവം. കാര്യം കൃപാസനത്തിൽ ആരാധന അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിൽക്കണം നമ്മളല്ലേ. കർത്താവ് ഇതുപോലെ അന്നും ഈശോ സാന്നിധ്യം നൽകുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ആനുകൂല്യമാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെ ഉടമ്പടി പറഞ്ഞു വരുമ്പോഴേ അമ്മ അതിൻ്റെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളാണ് പറയണത്. ഇപ്പം എന്താ പറയണത്? അമ്മ ഉടമ്പടി ചെയ്തിട്ടാണ് നമുക്ക് ഈശോനെ കിട്ടിയെന്ന് അമ്മ പറഞ്ഞത്. അമ്മ മംഗളവാർത്ത സമയത്ത് ഉടമ്പടിയുടെ കണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഉടമ്പടിയിൽ എപ്പോഴും നിബന്ധന ഉണ്ടാവും, പിന്നെ എന്താണ്? നിയോഗം ഉണ്ടാവും, വാഗ്ദാനം ഉണ്ടാവും. അത് നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രതിജ്ഞ ഉണ്ടാവും. ഇതാണ് ഉടമ്പടിയിലുള്ളത്. ഇത് നമ്മൾ നടത്തുന്നത് മരിയൻ ഉടമ്പടിയാണ്. അമ്മ ചെയ്ത ഉടമ്പടിയാണ് ചെയ്യണത്. അമ്മ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നമുക്ക് ഈശോനെ കിട്ടിയത്. അപ്പോൾ ഉടമ്പടിയുടെ കൃപാസനം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഈശോ തന്നെയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ എന്നാ കിട്ടണം? ജോലി കിട്ടും, വീട് കിട്ടും, വിവാഹം കിട്ടും അല്ലേ. പക്ഷേ ബേസിക്കായിട്ട് എന്നാ കിട്ടണത്? ക്രിസ്തുവിനെ കിട്ടണത്. ഗോട്ട് ദ പോയിന്റ്. നിങ്ങളിനി പറയരുത് ഞങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടിയെന്ന് പറയരുത്, ഫിസിക്കൽ ഫേവേഴ്സ് കിട്ടിയെന്ന് പറയരുത്. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്ന്. നിങ്ങളുടെ സ്ഥലം വിറ്റ് മാറുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്ന്. എന്താ കാര്യം എന്നറിയാവോ? ക്രിസ്തുവിനെ കിട്ടണതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അമ്മ ഉടമ്പടി ചെയ്തപ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ വചനം മാംസമായത്. പക്ഷേ കുറത്ത പോയിന്റ് ഇല്ലേ? അമ്മ പിതാവായ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അമ്മ എന്താ പറഞ്ഞത്? അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങയുടെ വചനം അനുസരിച്ച് കൊണ്ട് ലൂക്ക 1:38 അമ്മയുടെ ഉടമ്പടി വചനം. ഇതാ കർത്താവിൻ്റെ ദാസി. ഒന്ന് പറഞ്ഞേ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ അത് അമ്മ
ഉടമ്പടിയിലൂടെ ഉടമ്പടി വചനമാണിത്. അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ടത്. പുറപ്പാട് 14:6 ഉണ്ട്. കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയണം. പുറപ്പാട് 19:4 അത് തന്നെയാണ് ഉടമ്പടിയിലുള്ളത്. അമ്മ പറഞ്ഞത് അതാണ്. എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നെ അത് ഉടമ്പടി വചനമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19:4 ദൈവജനം ഉടമ്പടി ചെയ്തപ്പോൾ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനമാണത്. എന്താണ്? കർത്താവേ, പിതാവായ ദൈവമേ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിച്ചുകൊള്ളാവുന്ന. അത് തന്നെയാണ് ഉടമ്പടി വചനം. അതാണ് അമ്മ പറയണത്. ലൂക്കാ 1:38 എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, പറഞ്ഞേ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. അതാണ് ഉടമ്പടിയുടെ വചനം. ഉടമ്പടിയുടെ മർമ്മവചനം അതാണ്. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. അത് മാതാവിൻ്റെ സാക്ഷിയായി നിർത്തിക്കൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ചെയ്യുന്ന ഉടമ്പടിയാണ് മരിയൻ ഉടമ്പടി. പ്രീഡിയാവും. അത് മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് ചെയ്യണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മാതാവിൻ്റെ മധ്യസ്ഥയ്ക്കുള്ള ഒരു പ്രശ്നം ഇത് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. കാര്യം അമ്മയുടെ കപ്പാസിറ്റിയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മെറിറ്റില്ലാത്തൊരു കാര്യമാണത്. എന്താണ് കാര്യം? ഈശോ പറയുന്നുണ്ട്, ഇത് എനിക്ക് നിനക്കും എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ. യോഹന്നാൻ 2:3 പറയും അല്ലേ, 2:4. അപ്പോൾ സ്വാഭാവികം നടക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ദൈവപൈതൽ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായി നടക്കാൻ കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ അമ്മ അതിൻ്റെ മധ്യസ്ഥം വഹിച്ചാൽ അത് നടക്കും. ഇപ്പം ചെറിയനോട് പറയത്തില്ല, എൻ്റെ റാങ്ക് 144 144 പേര് അപ്പോയിൻ്റ് ചെയ്താൽ മാത്രമേ എന്നെ അപ്പോയിൻ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ 144 സീറ്റില്ല, 144 വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ മാതാവ് വേക്കൻസി ഉണ്ടായിട്ട് അവർ അഡ്മിറ്റ് ചെയ്യും കൊണ്ടുപോയി. അയ്യോ, അത് കണ്ടാൽ നമുക്ക് അരഞ്ഞു പോകും. എന്ന് ചില ഉടമ്പടിയിൽ അത് പാലിക്കും. നിങ്ങൾ ഉടമ്പടിയോട് അപ്പം ഞാൻ നിങ്ങൾക്ക് വ്യാമോഹം നൽകുകയല്ല, ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണതാണ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം. നോ, നെവർ. എൻ്റെ ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കണം. ഓരോ സാക്ഷ്യവും എടുത്തിട്ട് പരിശോധിക്കണം. ഞങ്ങളുടെ കയ്യിൽ റിസർവ് ഇരിക്കുന്ന ഒരു 2000 സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവ്വസമയ സാക്ഷ്യം എന്ന് പറഞ്ഞ് ഇടാൻ പോവുകയാണ്. അത് ഇതൊക്കെ എടുത്തുന്ന ആൾക്കാർ വെളിച്ചം കാണാത്ത സാക്ഷ്യങ്ങൾ. നമുക്ക് 2 സാക്ഷ്യങ്ങളെ ഒരു ദിവസം ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാക്ഷ്യങ്ങളിപ്പോൾ മുഴുവനായിട്ട് എടുത്ത് പുറത്തേക്ക് തരും. എന്തിനാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം വാക്ക് പാലിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ തിരിച്ചെന്താ ചെയ്യേണ്ടത്? ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. ഉടമ്പടി ഫെയ്ത്തിൽ വർക്ക് ചെയ്യത്തില്ല. ഫെയ്ത്തിൽ മാത്രം വിശ്വാസത്തെ മാത്രം വർക്ക് ചെയ്യണ പ്രാർത്ഥനയല്ല, വിശ്വസ്തതയിലാണത് വർക്ക് ചെയ്യണത്. കാരണം ഉടമ്പടിയല്ലേ, എഗ്രിമെൻ്റ് അല്ലേ. അപ്പം നമുക്കെന്താ വേണ്ടത്? വിശ്വസ്തതയാണ് വേണ്ടത്. അമ്മ ഈ വിശ്വസ്തത അവസാനം വരെ കീപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ 19:25 ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞില്ലേ? അതല്ല, അങ്ങനെ പറഞ്ഞില്ലേ അമ്മ ഉടമ്പടി എടുക്കണത് കുറിച്ച് അല്ലേ? മംഗളവാർത്ത സമയത്ത് ലൂക്കാ 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ, ഞാൻ അതനുസരിച്ച് ചെയ്തോളാം. അങ്ങ് പറഞ്ഞ കാര്യം അതനുസരിച്ച് നിറവേറ്റിക്കൊള്ളാവുന്നതാണ് അമ്മ ദൈവത്തോട്, പിതാവായ ദൈവത്തിന് വാക്ക് കൊടുക്കുന്നത്. ഈ വാക്ക് അമ്മ അവസാനം വരെ പാലിക്കും. കുരിശിൻ്റെ ചുവട് വരെ ബോധം കെട്ട് വീഴാതെ നിൽക്കും അവിടെ. അമ്മ കരഞ്ഞെന്നൊക്കെ ആൾക്കാർ ചുമ്മാ കലാകാരന്മാരുണ്ടാക്കിയ ആയിട്ടുള്ള ചിത്രങ്ങളും പടങ്ങളൊക്കെയാണ്, വ്യാകുല മാതാവൊക്കെ കാര്യങ്ങളൊക്കെ. പക്ഷേ അമ്മ കരയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അവർ ബോധം കെട്ടും വീഴത്തില്ല, അവരങ്ങ് സ്റ്റേണായിട്ട് നിൽക്കാൻ കണ്ടില്ലേ? അത് യോഹന്നാനാണ് പറയണത് 19:25 യോഹന്നാൻ്റെ സുവിശേഷം 19:25 എന്താ പറയണത്? യേശുവിൻ്റെ അമ്മ കുരിശിൻ്റെ അരികെ നിന്നിരുന്നു. മറ്റു ചേട്ടത്തിമാർ നിന്ന കാര്യം നമുക്ക് പ്രശ്നമല്ല. കാര്യം അമ്മയില്ലെങ്കിൽ അവർ ഓടിക്കളഞ്ഞേനാ. അമ്മ നിന്ന് ആ ഉറപ്പിൽ നിന്നാണ് മറ്റേ കക്ഷികളല്ല. അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതിൻ്റെ ഉറപ്പിലാണ് മറ്റു കക്ഷികളെല്ലാം നിൽക്കുന്നത്. കുസായുടെ ഭാര്യ മറിയം, മറ്റേ മറിയം, മർദ്ദല മറിയം എന്നൊക്കെ പറഞ്ഞ് കുറേ മറിയംസ അവിടെ നിൽക്കണില്ലേ? അത് അമ്മയുടെ ഉറപ്പിൽ നിൽക്കുക. അമ്മ എങ്ങാനും ഇല്ലെങ്കിൽ അവർ ഓട്ടോറിക്ഷ എടുത്ത് അപ്പത്തേന് പോയേനാ. കാര്യം അമ്മ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അമ്മ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. കാര്യം മേരി നിൽക്കുകയും ചെയ്യും, നമ്മളെ നിർത്തുകയും ചെയ്യും. കൈയിടിച്ച് കർത്താസുടെ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ,
മഹത്വം മഹത്വം, ആരാധന ആരാധന. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. അമ്മ കുരിശിൻ്റെ ചുവട്ട് നിൽക്കുമ്പോഴേ അപ്പായി ഉടമ്പടി പാലിക്കണത് കാണാം. അമ്മയോടന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ഉടമ്പടി എടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? നിന്നിൽ ജനിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രൻ വിളിക്കപ്പെടും അല്ലേ. അപ്പോൾ ലുക്ക 1:34, 35, 36 വചനങ്ങളെ എന്താ പറഞ്ഞത്? നീ അവൻ ഈശോ എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. അങ്ങനെ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ ആ ഉടമ്പടിയിൽ പിതാവായ ദൈവം അമ്മയ്ക്ക് നൽകുന്നുണ്ട്. മരിയൻ ഉടമ്പടി സ്റ്റഡിക്കണം അങ്ങനെയാണ്. അമ്മയ്ക്ക് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ അമ്മ ആ ഉടമ്പടിയോടുകൂടി അങ്ങനെ വിശ്വസ്തയായിട്ട് നിൽക്കും. ഒരിക്കലും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യത്തില്ല. ഇത് ചാണാക്കുഴി പെറ്റ് കിടക്കുമ്പോഴും അമ്മ കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. ചാണാക്കുഴി പെറ്റ് കിടക്കുമ്പോൾ പറയാമല്ലോ, ഇവൻ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നമുക്ക് വേണേൽ തർക്കിക്കാം ഇല്ലേ. ഈ ദാസന്മാരും ദാസിമാരുടെ ഫീച്ചർ, ഉടമ്പടി എടുക്കുന്നവർ ദാസന്മാരും ദാസിമാരുമാണ്. അവിടെ ഫീച്ചർ എന്താണെന്നറിയാവോ? അവർ തർക്കിക്കത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരാണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിലും അവർ വിചാരിക്കും ദൈവത്തിൽ ഇത് നന്മയുണ്ടാക്കാൻ കഴിയും, എന്നിട്ട് അവർ മിണ്ടത്തില്ല. എൻ്റെ ദാസൻ തർക്കിക്കത്തില്ലെന്ന് പറയും അല്ലേ. 12-19 മത്തായിയുടെ സുവിശേഷം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒന്ന് വായിച്ചോളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ചോളൂ. മത്തായി 12:19. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. 19. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ഇത് ഉടമ്പടിയുടെ വിഷയമാണ്. ഉടമ്പടി എടുത്തിട്ടുള്ളവർ സംസാരിക്കത്തില്ല. ജീവിതത്തിൽ ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിക്കുമ്പോഴും അപ്പനിൽ നന്മയുണ്ടാക്കാൻ അപ്പന് കഴിയും. അപ്പൻ എന്നോട് വാക്ക് പാലിക്കും. അതാണ് ദാസൻ എന്ന്. ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവരെയാണ് വിശുദ്ധ ഗ്രന്ഥം ദാസൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാസി. ഈശോ അപ്പനോട് ഉടമ്പടി ചെയ്ത ആളാണ്. അമ്മയും ഈശോയും അപ്പനോട് ഉടമ്പടി ചെയ്ത ആളാണ്. ഇവർ രണ്ടുപേരെയും വിശുദ്ധ വചനം ദാസനും ദാസിയും എന്ന് വിളിക്കുന്നത്. ഉടമ്പടി ചെയ്യുന്നവർ എന്തിൻ്റെ ദാസിയാണ്? കർത്താവിൻ്റെ ദാസി, ലോകത്തിൻ്റെ ദാസിയല്ല. അതാണ് അമ്മ പറയണത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതുകൊണ്ടാണ് ഇടയന്മാർ പ്രാകൃത വേഷം കെട്ടി 2 മണിക്ക് പച്ചപ്പാതിലേക്ക് വരുമ്പോഴേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കഴിയണം. അമ്മ തർക്കിച്ചില്ല. എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ദാവീദിൻ്റെ സിംഹാസനം തരുമെന്നൊക്കെയല്ലേ പറഞ്ഞത്, ഞാൻ ചാണാക്കുഴിയിലാണല്ലോ കിടക്കണത്. പക്ഷേ ഷീ നെവർ ടോട്ട്. അവൾ സംസാരിച്ചില്ല. എന്തിനാണ് ബൈബിൾ പറയണത്? എന്നിട്ട് എന്താ പറയണത്? ഈ പ്രാകൃതമായ അവസ്ഥയിലാണെങ്കിലും ഇത് കഴിയുമ്പോൾ അപ്പൻ്റെ വാക്ക് പാലിക്കും. അപ്പൻ്റെ വാക്ക് അപ്പന് പാലിക്കാൻ അപ്പന് സമയമുണ്ടെന്ന് നമ്മളോട് പറയുന്നത് മാതാവാണ്. കൈ ഇടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇൻ ബിറ്റ്വീൻ, ഉടമ്പടി കാലത്ത് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്ക് എതിരെ സംഭവിച്ച നിങ്ങൾ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. തർക്കം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. അത് അപ്പോൾ അവിടെ ഉടമ്പടി ബ്രേക്ക് ആവും. നിൻ്റെ കർത്താവ് ഇത് പൂർത്തിയാക്കും. ചിലർ ഡോക്ടർ പറയും. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മ സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ഇതിന് ഡൗൺ സിൻഡ്രോമാണ്. 4-ാം മാസം തൊട്ട് സ്കാനിങ്ങിൽ ഡൗൺ സിൻഡ്രം വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കരച്ചിലായി. പക്ഷേ ഈ അമ്മ മാത്രം കരയത്തില്ല. വീട്ടിലെല്ലാവർക്കും ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്ന് കിട്ടുകയാണ്.
കുറേ നാളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ കുഞ്ഞിനെ കിട്ടി. പക്ഷേ അതിന് സ്കാൻ ചെയ്തപ്പോൾ ഡൗൺ സിൻഡ്രോം ആയിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇതിനെ എടുത്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുരിശായിട്ട് വരുമെന്ന് പറയും. 4-ാം മാസം മുതൽ ഡൗൺ സിൻഡ്രോമാണ്, 5-ാം മാസം ഡൗൺ സിൻഡ്രോമാണ്. എടുത്ത് കളയാൻ 5 മാസം കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയാനുള്ള റിസ്ക്കാണ് സംഭവം. ഒക്കെ ഈ സ്ത്രീ പറയണ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ്, അമ്മ തന്നതാണ്. ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടമാണ്, ഞാൻ വളർത്തു വന്നു. ഇതാ കർത്താവിൻ്റെ ദാസി. ഇതിന് ചുവന്നുകൊണ്ട് ഞാൻ നടക്കണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. പക്ഷേ എന്താ, വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ആ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്ത് അടിപൊളി കുഞ്ഞ്, ഒരു കുഴപ്പമില്ല. അതാണ് വിഷയം. കാര്യം ശാസ്ത്രത്തെ ഇങ്ങനെ തിരുത്തണ കാണാം ഉടമ്പടി. അതെന്താണ്? വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ്? വിശ്വാസത്തിൻ്റെ നിക്ഷേപം. അമ്മ അപ്പനുമായി ഉടമ്പടി എടുക്കുന്ന കാലത്താണ് അപ്പന് അമ്മയ്ക്കൊരു വാഗ്ദാനം കൊടുക്കും. എന്താണ് കൊടുക്കുന്നത്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതാണ് വാഗ്ദാനം. നിത്യതയുടെ വാഗ്ദാനം ആദ്യമായിട്ട് അപ്പം കൊടുക്കുന്നത് അമ്മയുടെ കയ്യിലാണ്. ഈ ഭൂമിയിൽ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? നിത്യസമ്മാനമാണ്. അമ്മ നിത്യതയെ നമ്മൾ വിളിക്കണത് എന്തെന്നാണ്? നിത്യസമ്മാനം. ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനം കൊണ്ട് വരുന്നു, അല്ലേ? ഇപ്പം വെളിപാടിൻ്റെ പുസ്തകം 21 ഒക്കെ പറയണത് എന്താ? 22 ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. എന്താണ്? നിത്യത. നിത്യകാലം കർത്താവിൻ്റെ കൂടെ ജീവിച്ചിരിക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന അൾട്ടിമേറ്റ് പ്രൈസ്, ആത്യന്തികമായ സമ്മാനം. ഈ ആത്യന്തികമായ സമ്മാനത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രവചനം പിതാവ് ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് പറഞ്ഞതാണ്. ലൂക്കാ 1:33 അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകത്തില്ല. ഈ വാഗ്ദാനം നിറവേറുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈശോ അമ്മയുമായി പലപ്പോഴും ചില അസ്വസ്ഥ്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിൽ അമ്മയോട് പറയാതെ ഈശോ ജെറുസലേമിൽ തന്നെ താമസിക്കുകയും അമ്മ പാഴ്നടപ്പ് നടന്ന് കുറേ കാശും പോയി സങ്കടപ്പെട്ട് തിരിച്ചു വരുന്ന ഭാഗങ്ങളൊക്കെ സഹിക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ്. എൻ്റെ ഈശോ എന്ന് വിളിക്കോടാ, എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിൻ്റെ അപ്പനും ഞാനും കൂടി എന്ത് വിഷമിച്ചെന്നറിയാവോ? അപ്പോഴമ്മ ഈശോ ചോദിക്കണത് എന്താ? ഈ ഉടമ്പടി കാലത്ത് നമ്മൾ പലപ്പോഴും ഒന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് ഈ ഷെയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ പത്രോസിൻ്റെ ഒരു വചനമാണ് എനിക്ക് മനസ്സിൽ നിങ്ങൾക്ക് തരാനുള്ളത്. എന്താണ്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സുകരാകണം. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാനുള്ളതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അത് കുലുക്കി ദൈവം ഉറപ്പിക്കും. 2 പത്രോസ് 1:10 ആകയാൽ സഹോദരങ്ങളെ പറഞ്ഞേ, ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവേ. അങ്ങനെ ചെയ്താൽ വീണു പോവില്ല. ഉടമ്പടി കാലം എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ പത്രോസിലൂടെ നൽകുന്നതാണ് കർത്താവിൻ്റെ സന്ദേശം. 2 പത്രോസ് 1:10 വിളി എന്താണ്? വിശ്വാസത്തിലേക്കുള്ള വിളിയാണ്, അല്ലേ? നിങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ക്രിസ്ത്യൻസ് ഉണ്ട്, നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. പക്ഷേ വെൻ വി പ്രേ ടു ജീസസ് ആൻഡ് വി ആർ ഇൻ ജീസസ്. അപ്പോഴെന്താ സംഭവിക്കണം അതിൻ്റെ അകത്ത്? അതായത് ഈ വിശ്വാസത്തിൻ്റെ വിളി, പിന്നെ എന്താണ്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ഈ വിശ്വാസം എപ്പോഴും വർദ്ധിപ്പിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ്. ഞാൻ തിരഞ്ഞെടുത്തത് എന്താണ്? വൈദിക വൃത്തിയാണ്, അല്ലേ? നിങ്ങൾ തിരഞ്ഞെടുത്ത കുടുംബജീവിതമാണ്, അല്ലേ? ഇത് തിരഞ്ഞെടുപ്പാണ്. അതിൽ മക്കളുണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, ഭാര്യ ഉണ്ടാകും. അവർ പല കയ്യാങ്കളി കാണിക്കുകയും ചെയ്യും, ഇല്ലേ? ഇതൊക്കെ ഇതിനകത്ത് ഈ വിളിയിലുള്ളതാണ്. അതുകൊണ്ട് പത്രോസ് എന്താ പറയണത്? മക്കളെ, വിളിയാണിത്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വിളിയിൽ തിരഞ്ഞെടുത്തതാണ് കുടുംബജീവിതം. അതിൽ മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും. അവർ പല അഭ്യാസങ്ങളും കാണിച്ചെന്ന് വരും. അപ്പം നിങ്ങൾ വീണ് പോകരുത്. എന്താ കാര്യം? ഉത്സാഹം. ആ വാക്കെഴുതിയിട്ടുണ്ട്. ഉടമ്പടിയിൽ ഇത് ബാധകമാണ്. എന്താ? ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം ഉണ്ടാകണം. ഇതിനകത്ത് വരുന്ന ഉത്സാഹമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഉത്സാഹം എന്ന് പറയുന്നത് എന്താണ്? എന്തൂസിയാസം എന്ന് പറയുന്നത് എന്താണ്? എൻതേയോസ് എന്നുവെച്ചാൽ അത് ഗ്രീക്കാണ്, ഇംഗ്ലീഷുകാരുടെ എടുത്തതാണ്. എൻതേയോസ് മീൻസ് ദൈവം. ദൈവം എല്ലാത്തിലും ദൈവത്തെ കക്ഷി ചേർക്കണതാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. അല്ലാതെ പെഗടിക്കണ എന്തൂസിയാസം അല്ല ഇത്. എന്തൂസിയാസം എന്നുള്ള വാക്ക് ഇന്ന് ആൾക്കാർ
സെക്ഷലായിട്ടുള്ള തൈബിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ വാക്ക് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? ഇപ്പം ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പിരിയുന്നെന്ന് എൻ്റെ അർത്ഥം അല്ല. ദൈവം ഗോഡ് ബി വിത്ത് യു, ദൈവം നിങ്ങളുടെ കൂടെ എന്ന എൻ്റെ അർത്ഥം. ബൈബിളാണ്. ഇതെല്ലാം ഒരു മനുഷ്യൻ വിശ്വാസം ജീവിച്ചൊരു മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ടെർമിനോളജികളാണിത്. അതിനെല്ലാം ആ അർത്ഥം ഇന്ന് പുതിയ തലമുറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഉത്സാഹം എപ്പോഴും ഉത്സാഹം തന്നെയാണ്. നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഉത്സാഹം അവസാനം വരെ കാണിച്ചില്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സ്മിർനായിലെ സഭയ്ക്ക് പോകും ഒക്കെ എഴുതുമ്പോൾ പറയും, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഉത്സാഹം ഇന്നില്ല എന്ന് പറയും. 2-ാം അധ്യായം 4-ാം വാക്യം, എഫേസസിലെ സഭയുടെ ദൂതന് എഴുതുന്നത്, എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞിരിക്കുന്നു. അതായത് മനുഷ്യന് ദൈവസ്നേഹം കുറയുമ്പോഴാണ് ബാക്കിയെല്ലാം കുറയണത്. ഇതെല്ലാം ആപ്പെക്സ് എന്ന് പറയണത് ദൈവസ്നേഹമാണ്. ഇപ്പം നിങ്ങൾക്ക് പശ്ചാത്താപം വേണമെന്ന് പറഞ്ഞോ, പശ്ചാത്താപം വേണമെങ്കിലും നിങ്ങൾ പശ്ചാത്താപം തരണമെന്ന് പ്രാർത്ഥിക്കരുത്. പശ്ചാത്താപമായിട്ടൊരു സാധനം ദൈവത്തിന് തരാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ദൈവസ്നേഹം തരണമെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഫ്രൂട്ടായിട്ടാണ് പശ്ചാത്താപം വരണത്. മരമറിയാതെ കൊണ്ടേ കൊടിയിടരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്ക് പശ്ചാത്താപം തരണമെന്ന് പറഞ്ഞുകൊണ്ട് തനത്തായാലും നിലവിളിക്കരുത്. മറിച്ച് എനിക്ക് ദൈവസ്നേഹം തരണമെന്ന് പറയണം. അതോടുകൂടി എല്ലാം വരും. എനിക്ക് വെള്ളം തരണമേ എന്ന് പറഞ്ഞ് കിടന്ന് കാറരുത്. മറിച്ച് ആദ്യം കറണ്ട് തരാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ കറണ്ട്, വെള്ളവും കിട്ടും, മോട്ടർ ഓണാകും, അതുപോലെ തന്നെ ഫാനും ഓണാകും, ലൈറ്റും ഓണാകും. വെള്ളമാണ് പ്രശ്നം, കറണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് ദൈവസ്നേഹമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ല വേറെ ഒരു സാധനം ഫോക്കസ് ചെയ്യരുത്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി എടുക്കുന്നതോടുകൂടി സഭയ്ക്ക് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ സ്നേഹത്താൽ ഞങ്ങളെ ഉത്സാഹമുള്ള ഭരിതരാക്കണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞ ഉടമ്പടി പാലിച്ചുകൊണ്ടാണ് അമ്മ യോഹന്നാന്റെ സുവിശേഷം 19:25 കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണത്, ആ ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. ആ സമയത്താണ് അപ്പൻ ഉടമ്പടി പൂർത്തിയാക്കുന്നത്. ആ കള്ളനോടൊന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്താണ്? 23:40 ലൂക്ക 23:43 എന്താണ്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ഇതും ആദ്യത്തെ വചനം അപ്പ ആദ്യം അമ്മയോട് പറഞ്ഞില്ലേ, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. ലൂക്ക 1:33. ആ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തിരുന്ന ഉടമ്പടി കാലങ്ങളിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നായിരുന്നു. അമ്മ ഈസിനെ കാണാതെ പോണതും അമ്മ വിഷമിക്കണതും കുറേ കാര്യങ്ങൾ എന്തെല്ലാം നടന്നാലും അവസാനം കറങ്ങി തിരിഞ്ഞ് വണ്ടി സ്റ്റാൻഡിൽ തന്നെ പിടിക്കും. എന്താണ്? അപ്പൻ്റെ വാക്ക് പാലിക്കും, അപ്പൻ ഉടമ്പടി പാലിക്കും. അമ്മയോട് അന്ന് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ കാണിക്കും അപ്പൻ ഉടമ്പടി പാലിച്ചുകൊണ്ട്. എന്താ പറയണത്? 23:24 എന്താണ്? ഈശോ നല്ല കള്ളനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ്റെ നീ ഇന്ന് എൻ്റെ കൂടെ അത് തന്നെ. അതായത് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. എന്താ വിഷയമെന്ന് പറയണത്? ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഈ ഉടമ്പടി ദൈവം പാലിച്ചിരിക്കും. അത് നമ്മൾ അവിശ്വസ്തരായാലും ദൈവം ഉടമ്പടി പാലിക്കും. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ യോഗ്യത എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർ വീടുകൾ പണിയും, അതിൽ താമസിക്കും, അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കും, അതിൻ്റെ ഫലം അനുഭവിക്കാൻ യോഗ്യത എന്ന് പറയണത് ഐസയാ 65:21. അവർ വീടുകൾ പണിയും, പക്ഷേ നാട്ടുകാർ കയറി താമസിക്കരുത്, നമുക്കത് വിൽക്കേണ്ടി വരരുത്. മനസ്സിലായില്ലേ? അവർ നാല് കട പോയി അവസാനം അതിൻ്റെ അവിടെ താമസിക്കാൻ ആരും ഇല്ലാതെ എത്ര വീടുകളാണ് ശവക്കൊട്ടം പോലെ കിടക്കുന്നത്. ഇത് അനുഗ്രഹം കിട്ടണ കൊണ്ടായില്ല. അച്ഛൻ എവിടെയാണ് തുടങ്ങിയതെന്നോ നിങ്ങൾ ചിന്തിക്കണം. തുടങ്ങിയ ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടൊന്ന് അവസാനിപ്പിക്കണത്. എന്താ പറയണത്? അനുഗ്രഹം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അനുഭവിക്കാനുള്ള യോഗ്യത. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ 3 കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അനുഗ്രഹം, രണ്ടാമത് അനുഭവിക്കാനുള്ള യോഗ്യത, മൂന്നാമത് ദൈവം പെൻഡിങ്ങിൽ വിത്തുകളുടെ വെച്ചിരിക്കുന്ന നിങ്ങളുടെ അപേക്ഷകളുടെ മേൽ അഭിഷേകം. അത് ഐസയാണ് കസറണത്.
ദൈവം ചില കാര്യങ്ങൾ പിടിച്ചു വെക്കും. അതിന് ചിലപ്പോൾ സമയമെടുക്കും. പക്ഷേ നിങ്ങൾക്ക് തൽക്കാല ആശ്വാസത്തിന് വേണ്ടി അഭിഷേകം നൽകും. അതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം ചിന്തിക്കണം. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം 3 വിധത്തിലാണ്. ഒന്ന്, ഡയറക്റ്റ് ഫിസിക്കൽ ഫേവേഴ്സ്. നിങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? 11:7 ലൂക്കാൻ്റെ സുവിശേഷം. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചതിനെ തരുമെന്നതിൻ്റെ അർത്ഥം. അത് വാഗ്ദാനമാണ്. പക്ഷേ ചില സംഭവങ്ങൾ എന്ത് കിട്ടിയാലും നമുക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകാണ്. ആദ്യം പറഞ്ഞ ചേച്ചിക്ക് എന്താ സംഭവിച്ചത്? 54 വയസ്സിൽ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രഗ്നൻ്റായ ചേച്ചിയില്ലേ, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന സാക്ഷ്യം പറഞ്ഞു. 55-ാമത്തെ വയസ്സിൽ 5 വയസ്സ് അവനെ 5 വയസ്സാകുമ്പോൾ അവർക്ക് 60 വയസ്സാവും. പക്ഷേ കുഞ്ഞിനെ ചോദിച്ചപ്പോൾ കൊടുത്തു. അത് ഉടമ്പടിയുടെ ബലമാണത്. പക്ഷേ അതല്ല, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അവർക്ക് കുഞ്ഞുണ്ടായിരുന്നതാണ്. ഒരു മകനെ അവർ വളർത്തിയതാണ്. 21 വയസ്സ് വരെ വളർത്തിയതാണ്. ആ മകൻ 21-ാമത്തെ വയസ്സിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അതാണ് പ്രശ്നം. നമുക്ക് നമുക്ക് അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അനുഭവിക്കാനുള്ള യോഗ്യതയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ദൈവം ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും പ്രാർത്ഥിക്കുന്നവൻ്റെ പേരും യുക്തിവാദിയുടെ മേലും നിരീശ്വരന്മാരുടെ മേലും മനുഷ്യനാണോ അവന് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കും. അത് ബൈ ബർത്ത് ജനറ്റിക് ബ്ലെസ്സിങ്സ് ആണത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയുമ്പോൾ അത് ബുദ്ധി കൊണ്ടായാലും ശരി, വിദ്യാഭ്യാസം കൊണ്ടായാലും ശരി, നിൻ്റെ ജീവിതത്തെ കീഴടക്കാൻ ദൈവം ആദ്യമേ ജനറ്റിക് ബ്ലെസ്സിങ് കൊടുത്തിട്ടുണ്ട്. അതിനെ തന്നെ ഈ ഫ്രീ ഓക്സിജൻ വരെ ഉള്ളത്. അതുകൊണ്ട് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് നിലനിൽക്കാൻ പ്രാർത്ഥിച്ചാൽ മതിയാകത്തുള്ളൂ. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഐസയ 65:21 ഇന്ന് വീട്ടിൽ പോയി വായിക്കണം. അവർ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കും, അതിലവർ ഫലം അനുഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഐസയ പറയുന്ന ഭാഗങ്ങളുണ്ട് വേറെ. നിങ്ങൾ മുന്തിരിത്തോട്ടം പിടിപ്പിക്കും, കണ്ടവൻ അനുഭവിക്കുമെന്ന്. അവിടെ അങ്ങനെ വരരുത്. നിങ്ങൾ പിടിപ്പിക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ, നിങ്ങൾക്കുണ്ടാക്കുന്ന വരുമാനങ്ങൾ വേറെ ആൾക്കാർ അല്ലെങ്കിൽ ആശുപത്രിക്കാരൊക്കെ അനുഭവിക്കാൻ പോയാൽ എന്താ ശരിക്കണേ? പ്രൊട്ടക്ഷനാണ് ഈ പ്രോബ്ലം. ജോബിന് പോലും എല്ലാം കൊടുത്തപ്പോൾ ദൈവം കൂടെ പ്രൊട്ടക്ഷൻ കൊടുത്തായിരുന്നു. സാത്താനെ തൊടാൻ പറ്റാത്ത കാര്യം അതാ. അതുകൊണ്ട് സാത്താൻ തൊട്ടില്ല. അപ്പോൾ നിന്നെ അവൻ തള്ളിപ്പറയും. നീ അവനെ തൊടാൻ ഞാൻ അവനെ തൊടാൻ അനുവദിച്ചാൽ മതി. ജോബ് 1:10 എന്താ പറയണത്? അപ്പോൾ ദൈവം പറയും നോ നോ നോ. ജോബിൻ്റെ 1:6 പറയണത്, നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് സംരക്ഷണം എന്ന് പറയണത്. അപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടത് എന്താണ്? വേലികെട്ട സംരക്ഷണം ഉള്ളതിനെ അനുഭവിക്കാനുള്ള യോഗ്യത, അതിനുള്ള അവകാശം, അതിനുള്ള അനുഗ്രഹം, അതിനുള്ള അഭിഷേകം. ഇനി ദൈവം ചില അനുഗ്രഹങ്ങൾ വിത്തുകളുണ്ടാക്കി കളയും. വിത്തുകൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് കൈയും കാലിട്ട് അടിക്കരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്, തർക്കം ഉണ്ടാക്കരുത്. മറിച്ച് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 2:48 അനുസരിച്ച് കൊണ്ട്. കാര്യം അപ്പനിത് കറക്റ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴെന്ന് വിചാരിച്ച് അപ്പനെ വിശ്വാസത്തിൽ എടുക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് അപ്പനെ വിശ്വാസത്തിൽ എടുക്കുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവം എന്നെ സെറ്റ് ചെയ്യും. ഞാൻ ചോദിച്ചു ചിലപ്പോൾ അതുപോലെ തരത്തില്ല, അതിനേക്കാൾ ഭംഗിയായിട്ട് ദൈവം എന്നെ ക്രമീകരിച്ചോളും. അപ്പം നിങ്ങൾ ഓർക്കും ഇതല്ലല്ല ഞാൻ ചോദിച്ചാൽ അതല്ല ചോദിച്ചെന്ന് പറയുമ്പോൾ ദൈവമായിട്ട് തർക്കിക്കരുത്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നിൻ്റെ ഒരു സാഹചര്യത്തിന് നല്ലത്. അല്ല മറ്റുള്ളവർക്ക് അത് കിട്ടിയല്ലോ, മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യരുത്. അടുത്ത ആഴ്ച നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനേക്കാൾ വരി ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ എഴുന്നേൽക്കുക, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. രോഗമുള്ളവർക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങളില്ലേ, വസ്തു വിൽപ്പന, കടങ്ങൾ, അവരൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. രോഗമുള്ളവർ കൈ ഉള്ളിടത്താണ് ഇപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ഓൺലൈനിലുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കണം. അവർ രോഗമുള്ളയിടത്ത് കൈവെക്കണം. എന്ത് രോഗമായാലും, PCOD, അതുപോലെ തന്നെയുള്ള മറ്റു രോഗങ്ങൾ, തൈറോയിഡ്, ക്യാൻസർ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, സർവാംഗൻ രോഗമാണെങ്കിൽ 2 കൈയും പിണച്ച് ശരീരം മൊത്തം കർത്താവിന് കൊടുത്തതുപോലെ ഇങ്ങനെ സമർപ്പിച്ചത് നിന്നാൽ മതി. കർത്താവേ, ഞങ്ങൾ മുഴുവനായി അങ്ങേക്ക് നൽകുന്നു. കടങ്ങളുള്ളവർ കൈപൊക്കി നിൽക്കണം, പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും കൈപൊക്കി നിൽക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ജോലിയില്ലാത്തവർ, ടെസ്റ്റ് എഴുതുന്നവർ, പരീക്ഷ എഴുതുന്നവർ, പോയി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ കൈപൊക്കി പ്രാർത്ഥിക്കണം. കോടതി കേസുള്ളവർ കൈപൊക്കി പ്രാർത്ഥിക്കണം. അതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ
പ്രയാസങ്ങളിലൂടെ ഞെരുക്കത്തിൽ കടന്നു പോകുന്നവർ കൈപൊക്കി പ്രാർത്ഥിക്കണം. രോഗമുള്ളവർ മാത്രം ആ രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ രണ്ടിനെയും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രെയർ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന സമയമാണ്. അമ്മ ജ്വലിക്കുന്ന മധ്യസ്ഥമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കൈവിട്ട് കളയത്തില്ല. കർത്താവെ, ഞാൻ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞാൻ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. രോഗമുള്ളവരെല്ലാം അങ്ങ് സ്പർശിക്കണം. അവിടെ കൈകളുടെ പകരം അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൈകൾക്ക് പകരം അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൈകൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ളിടത്ത് കർത്താവെ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആണിപ്രതാർന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ ഇപ്പോഴേ ഉള്ളംകാലം മുതൽ ഉച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടേണ്ട മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണമേ. വീടില്ലാത്തവര് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, വരുമാന മാർഗമില്ലാത്തവർ, വരുമാന മാർഗം നിന്ന് പോയവർ, കടകൾ കമ്പോളങ്ങൾ നിന്ന് പോയവർ, ഏജൻസികൾ നിന്ന് പോയവർ, കമ്മീഷൻ ജോലികൾ നിന്ന് പോയവർ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, വരുമാനമാർഗം നഷ്ടപ്പെട്ടവർ, അവർ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ബാങ്കിൽ അടക്കാനുള്ളവർ, ജപ്തി അവിടെ വന്നിരിക്കുന്നവർ, നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അത് നടക്കാത്തവരൊക്കെ കൈ ഉയർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോഴേ കോടതി കേസുള്ളവർ, മറ്റുള്ളവരുടെ കേസ് കൊടുത്തിരിക്കുന്നവർ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിന് സമാധാനം കിട്ടാത്തവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, അവിടെ തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, മക്കളില്ലാത്തവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. മക്കളുടെ കല്യാണം ഒക്കാത്തവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെളിച്ചം കിട്ടാത്തവർ, പല തർക്കങ്ങളിലും എല്ലാം തർക്കപ്പുരയിടങ്ങളിൽ താമസിക്കുന്നവർ, എപ്പോഴും അതിനുള്ള വേലി പോലും കെട്ടാൻ പറ്റാത്തവർ, ഭാഗവിടപടി നടക്കാത്തവർ, വീട് മാറി താമസിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാതെ ഉറഞ്ഞു കിടക്കുന്നവർ, ഇവിടുന്ന് ഒന്നും കിട്ടാൻ നിർവാഹമില്ലാത്തവർ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർ, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിസാര ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ, പ്രൊഫഷണൽ എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നവർ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, എല്ലാവരും കൈയുയർത്തി പ്രാർത്ഥിക്കട്ടെ. കൃപാസന ആൾക്കാരെ ജീവനോടെ ഇരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അടിയിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ മുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മേ, ലോകമേ, ഇപ്പോഴേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ ഇടയാക്കണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും, എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറ്റി. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. വിശുദ്ധ രക്തം അവസ്മാര രോഗികള്, കരുണ രോഗികള്, ജീവിത ദുരിതങ്ങള്, ദേശത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, പ്രമോഷൻ തടയപ്പെട്ടവര്, കർത്താവേ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹമോചനത്തിന് വേണ്ടി വേദനത്തിന് അവസ്ഥയിൽ വേദനിക്കുന്നവരെ എല്ലാവരെയും കർത്താവേ, ഈ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തില് ഈശോയ്ക്ക് സമർപ്പിച്ചു. അരികിൽ വരണമേ, സമാപന ആശീർവാദത്തിന് സമയമാണ്. ഒരു നിമിഷം മൗനമായിട്ട് മക്കൾ ആരാധനയ്ക്ക് വന്ന കാര്യങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ മൗനമായിട്ട് ആരാധനയ്ക്ക് മൗനമായി സമർപ്പിക്കുക.
അതിൻ്റെ മേലാണ് ആശീർവാദം കിട്ടാൻ പോണത്. മൗനമായി പ്രാർത്ഥിക്കുക, കണ്ണടച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനുള്ള വലിയ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ എല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാ